ദൈവത്തിന്റെ ജനത എന്നാണ് പറച്ചിലെങ്കിലും ഇന്ന് അമേരിക്കയുടെ പാദപൂജ ചെയ്യുന്നവരാണ് ജൂതന്മാർ. അമേരിക്കയുടെ ഏതാജ്ഞയ്ക്കും വാലും ചുരുട്ടി അനുസരിക്കുന്ന വിഭാഗമായി ഇസ്രായേൽ ഇതിനോടകം തന്നെ പരിണമിച്ചു കഴിഞ്ഞു. ട്രംപ് കണ്ട സ്വപ്നം സഫലമാക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ ആക്രമണം അഴിച്ചുവിട്ടതുപോലും. ഇതൊന്നും ലോകത്തിന് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത്. അമേരിക്കയുടെ ഭൃത്യനായ ഇസ്രായേലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേലിന് നിലനിൽപ്പുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉത്തരം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അമേരിക്കയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമായിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് തോന്നുന്നു. അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വംശഹത്യ പുനരാരംഭിച്ച ഇസ്രായേലിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അമേരിക്കയെ പ്രീതിപ്പെടുത്തുകയല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ മുന്നിലില്ല. അമേരിക്ക കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന ഒരു വസ്തു എന്നതിൽ നിന്നും മറ്റൊരു അസ്തിത്വത്തിലേക്ക് എത്താൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗാസയെ രക്തകളമാക്കി ആക്രോശിക്കുമ്പോഴും ഇസ്രായേൽ മനസ്സിലാക്കുന്നില്ല വലിയ ദുരന്തത്തിലേക്കാണ് എത്തിപ്പെടുന്നത് എന്ന കാര്യം. ഗാസയെ ആക്രമിക്കും, ഫലസ്തീനെ നശിപ്പിക്കുമെന്നും ഒക്കെ ആക്രോശിക്കുന്ന ഇസ്രായേൽ സത്യത്തിൽ അവരുടെ മേധാവിത്വം അമേരിക്കയ്ക്ക് പണയം വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ പാദപൂജ ചെയ്ത് ഉള്ള വിലയൊക്കെ തന്നെ ഇസ്രായേൽ കളഞ്ഞു കുളിച്ചു. ഇപ്പോഴിതാ വീണ്ടും അമേരിക്കയ്ക്ക് വഴങ്ങി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്ന തീരുവ ഒഴിവാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. വ്യാപാര പങ്കാളികൾക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന മുഴുവൻ തീരുവയും ഒഴിവാക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയായിരുന്നു. സ്വന്തം രാജ്യത്തിനും അവിടുത്തെ ജനതയ്ക്കും എന്തും സംഭവിച്ചോട്ടെ, അമേരിക്കയെ രക്ഷപ്പെടുത്തണമെന്ന നിലപാട് ഒരു ഭരണാധികാരി സ്വീകരിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഇസ്രായേലിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. അത്രയും ഇസ്രായേൽ ധനകാര്യമന്ത്രി ദിർ ബാറാഗാത്ത് കൂടി ഒപ്പിട്ടാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള മുഴുവൻ തീരുവയും ഇസ്രായേൽ ഒഴിവാക്കിയിരിക്കും. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക എന്ന കാര്യം അറിയാമല്ലോ. $34 ബില്യൺ വ്യാപാരമാണ് 2024 ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടത്തിയത്. വിപണി കൂടുതൽ തുറക്കുന്നതിന്റെ ഭാഗമായാണ് തീരുവ കുറയ്ക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കാനും ജീവിത ചെലവ് കുറയ്ക്കാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം ഇനിയും പശ്ചിമേഷ്യയിൽ നടക്കാൻ പോകുന്ന യുദ്ധങ്ങളിൽ അമേരിക്ക കൂടെ നിൽക്കാൻ വേണ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് ഇത്ര പ്രയാസമുള്ളത്? സാമ്പത്തിക നേട്ടത്തിനപ്പുറം അമേരിക്കയുമായി നല്ല ബന്ധം നിലനിർത്തുക എന്നു തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടിരുന്നു. ഇതുപ്രകാരം 98% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇസ്രായേൽ തീരുവ ചുമത്തിയിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഇസ്രായേൽ പ്രധാനമായും തീരുവ ചുമത്തുന്നത്. ഇനിയിപ്പോൾ അതും ഉണ്ടാകാൻ പോകുന്നില്ല. 1985 ഇസ്രായേലും അമേരിക്കയും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം അമേരിക്കയും ഇസ്രായേലും ഘട്ടം ഘട്ടമായുള്ള താരിഫ് ഇളവുകൾ നടപ്പിലാക്കിയിരുന്നു. ഇതൊടുവിൽ 1995 ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ തീരുവ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. എന്നിരുന്നാലും പ്രധാനമായും പ്രാദേശിക ഉൽപ്പാദനവും ഭക്ഷ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിനായി അളവ് നിയന്ത്രണങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഫീസും പോലുള്ള ചില ഇറക്കുമതി താരിഫ് നിയന്ത്രണങ്ങൾ ഇരു കൂട്ടരും നിലനിർത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിരതയെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും പ്രിയപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഇപ്പോഴുള്ള ഇസ്രായേലിന്റെ ഈ നീക്കമെന്ന് ഇസ്രായേൽ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. കാരണം അമേരിക്ക എന്ന രാഷ്ട്രം കൂടെയില്ലാതെ ഒരിക്കലും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് നിൽക്കാൻ സാധിക്കില്ല. ചുറ്റും ശത്രു രാജ്യങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഇസ്രായേലിന്റെ കരുത്ത് എന്ന് പറയുന്നത് അമേരിക്ക എന്ന ശക്തി സ്രോതസ്സാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ച് ഓർത്തു നോക്കൂ. പശ്ചിമേഷ്യയിൽ നടന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഇസ്രായേലിന്റെ ആയുധ കരുത്ത് അമേരിക്ക എന്ന ഒരൊറ്റ രാജ്യമാണ്. ഒടുവിൽ പ്രശ്നം അവസാനിപ്പിക്കാനും അമേരിക്ക തന്നെ വന്നുവെങ്കിലും അമേരിക്കയുടെ ഗാസ മോഹത്തിന് പിന്നാലെ ഗാസ പൂർണ്ണമായും തകർക്കുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ കണ്ടത്. ഗാസയെ വൈവിധ്യവൽക്കരിക്കാനും പുതിയ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാനും പണം ചിലവാക്കാനും അമേരിക്ക തയ്യാറാകുമ്പോൾ ഫലസ്തീൻ ജനതയെ നാടുകടത്തി ഗാസയെ അമേരിക്കയ്ക്ക് പണയം വെക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരാണ് ഇസ്രായേലികൾ എന്നുകൂടി ഞാനിവിടെ എടുത്തു പറയട്ടെ. ബൈഡൻ നൽകിയ പിന്തുണ ട്രംപിൽ നിന്നും ഇസ്രായേലിന് ലഭിക്കുമോ എന്ന സംശയത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ ഇസ്രായേൽ മമത നമ്മൾ കണ്ടത്. കാരണം ബൈഡൻ തടഞ്ഞുവെച്ച ആയുധങ്ങളടക്കം അധികാരത്തിൽ വന്നതിനു പിന്നാലെ ട്രംപ് ഇസ്രായേലിന് അനുവദിച്ചു കൊടുത്തു. ഗാസയിൽ വീണ്ടും യുദ്ധം തുടരുകയും ഇറാനിൽ നിന്ന് ഭീഷണി ഉയരുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയില്ലാതെ ഒരു നിലനിൽപ്പില്ലെന്ന കാര്യം ഇസ്രായേലിന് വ്യക്തമായിട്ടറിയാം. നിലവിൽ ഹമാസിന്റെയും ഇറാന്റെയും യമന്റെയും ഒക്കെ ഭീഷണികളുടെ വലയത്തിലാണ് ഇസ്രായേൽ കഴിയുന്നത്.
മാത്രവുമല്ല, അമേരിക്ക കൂടെയില്ലെങ്കിൽ ഇസ്രായേലിന്റെ അവസാനമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇറാൻ വിരുദ്ധതയെ കാര്യമായി പിന്തുണയ്ക്കാൻ ഇസ്രായേൽ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പൊതുവെ യുദ്ധത്തിനൊട്ടും താല്പര്യമില്ലാത്ത ഡൊണാൾഡ് ട്രംപിനോട് ഇറാനിൽ ബോംബിടും എന്ന് പറയിപ്പിക്കാൻ തക്ക ശക്തരാണ് ഇസ്രായേലികൾ എന്ന കാര്യം കൂടി പറയട്ടെ. എങ്ങനെയെങ്കിലും അമേരിക്ക ഇറാനോട് മുട്ടിയാൽ നിലവിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ ശത്രുവായ ഇറാനെ അമേരിക്ക സൈഡാക്കുമെന്ന ധാരണയാണ് ഇതിനു പിന്നിലുള്ളത്. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി റഫേൽ സൈനിക നീക്കം തുടരുന്നതിനിടെ കനത്ത ബോംബാക്രമണങ്ങളിൽ ഇസ്രായേൽ 62 ഫലസ്തീൻകാരെ കൊലപ്പെടുത്തിയെന്ന വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. 37 പേർ കൊല്ലപ്പെട്ട ഗാസ സിറ്റിയിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയുമാണ്. റഫേൽ നിന്നും 10,000-ങ്ങളാണ് പലായനം ചെയ്തു തുടങ്ങിയത്. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം സിറിയയുടെ വിവിധ സൈനിക താവളങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു. അതായത് പലസ്തീനിൽ നിന്നും സിറിയയിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ. 5 മേഖലകളിൽ നടത്തിയ ഡസനിലേറെ ബോംബാക്രമണങ്ങളിൽ ഹമാസ് വ്യോമതാവളം പൂർണ്ണമായും തകർന്നെന്ന് സിറിയ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഡമാസ്കസ്, ഹോംസ് പ്രവിശ്യകളിലെ 14 വ്യോമതാവളങ്ങളിലാണ് ബോംബിട്ടത്. ബഷാർ അൽ അസദിന്റെ ഭരണം വീണതിനു ശേഷം സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണം കൂടിയാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഗാസയുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി സൈനിക നടപടി വിപുലീകരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അറിയിച്ചു. പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയ്ക്കൊപ്പം ചേർക്കും. അതേസമയം നിർദ്ദിഷ്ട പദ്ധതിയിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് കൂട്ടിച്ചേർക്കുക എന്ന കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുമില്ല. ഗാസയിലെ ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും നശിപ്പിക്കുന്നതിനും അവിടം ശുചീകരിക്കുന്നതിനുമാണ് വലിയൊരു പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതെന്ന് കാറ്റ്സ് പറഞ്ഞു. ഹമാസിനെ ഭീകര സംഘടനയായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. ഹമാസിനെ ഗാസയിൽ നിന്ന് പുറത്താക്കാനും ശേഷിക്കുന്ന ബന്ദികളെ ഇസ്രായേലിന് വിട്ടു നൽകാനും ഗാസയിലെ ഫലസ്തീൻകാരോട് കാറ്റ്സ് ആവശ്യപ്പെട്ടു. അതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗമെന്നും പറയുന്നു. പതിറ്റാണ്ടുകളായി ഗാസയുടെ വടക്ക് കിഴക്ക് അതിർത്തികളിൽ ഇസ്രായേലിന് സുരക്ഷാ മേഖലയുണ്ട്. ഇസ്രായേലിന്റെ സ്വരക്ഷയ്ക്കും അതിർത്തിയിൽ താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്കും ഗാസയിലെ സുരക്ഷാ മേഖല നിർണായകമാണെന്ന് ഇസ്രായേൽ കരുതുന്നു. ഫലസ്തീൻകാരെ ഗാസയിൽ നിന്നും പുറത്താക്കി അവിടം വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ പുനരധിവാസ പദ്ധതിയെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നുണ്ട്. യുദ്ധാനന്തരം ഗാസയുടെ സുരക്ഷാ ചുമതല ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞതുമാണ്. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 34 പേരാണ് കൊല്ലപ്പെട്ടത് എന്നുകൂടി ഞാനിവിടെ പറയുകയാണ്. അതിനിടെ ഷിൻബെറ്റിന്റെ അടുത്ത തലവനായി വൈസ് അഡ്മിറൽ എൽ ഷർവത്തിനെ പ്രഖ്യാപിച്ച് വെറും 24 മണിക്കൂറിനുള്ളിൽ തീരുമാനത്തിൽ പിന്നോട്ട് പോയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന വാർത്തയും പുറത്തു വന്നു. നെതന്യാഹുവിന്റെ തീരുമാനത്തിനെതിരെ സ്വന്തം കൂട്ടരിൽ നിന്നും തന്നെ വൻ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നെതന്യാഹു പ്രഖ്യാപനം പിൻവലിക്കാൻ തീരുമാനിച്ചത്. മാർച്ച് 31-നാണ് നെതന്യാഹു റോണൻ ബാറിന് പകരക്കാരനായി ഷാർവിത്തിനെ ഏജൻസിയുടെ തലവനായി പ്രഖ്യാപിച്ചത്. തനിക്കെതിരെ തിരിഞ്ഞ് രാജ്യത്തെ കെടുകാര്യസ്ഥതയെ പുറം ലോകത്തെത്തിക്കാൻ ശ്രമിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് നെതന്യാഹു റോണൻ ബാറിനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രിയുടെ കൂട്ടാളികൾക്കെതിരെ ക്രിമിനൽ അന്വേഷണത്തിനിടെ ബാറിനെ പുറത്താക്കിയതിനെ ചുറ്റിപ്പറ്റിയുള്ള ഹൈക്കോടതി ഹർജികൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളുള്ള ഷാർവത്തിന്റെ പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. മുൻ നാവികസേനാ മേധാവിയാണ് ഈ ഷാർവത്ത്. ജുഡീഷ്യറിയിൽ അഴിച്ചുപണി നടത്താനുള്ള സർക്കാരിന്റെ പദ്ധതികൾക്കെതിരെ 2023-ൽ നടന്ന വൻ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിനാലാണ് ഷാർവത്തിന്റെ നാമനിർദ്ദേശം പിൻവലിക്കാൻ മുഴുവൻ രാഷ്ട്രീയ സഖ്യകക്ഷികളിൽ നിന്നും നെതന്യാഹുവിന് ഇപ്പോൾ സമ്മർദ്ദം നേരിടേണ്ടി വന്നിരിക്കുന്നത്. 2022-ൽ ലെബനനുമായുള്ള ഒരു പ്രാദേശിക ജലകരാറിനെ അനുകൂലിച്ചും ഷാർവത്ത് പരസ്യമായി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. വിമർശിക്കുന്നവരെ എല്ലാവരെയും ഇല്ലാതാക്കുക എന്നതാണ്, ഭയപ്പെടുത്തുക എന്ന നയം തന്നെയാണ് ഇസ്രായേലും ഇവിടെ സ്വീകരിച്ചത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന നെതന്യാഹു ഇതിനെ എതിർത്തിരുന്നു. ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കാലാവസ്ഥാ നയങ്ങളെ വിമർശിച്ച് അദ്ദേഹം ഒരു അഭിപ്രായ ലേഖനവും എഴുതിയിരുന്നു. മതിയല്ലോ കാര്യങ്ങൾ, അമേരിക്ക എതിർത്താൽ ഇസ്രായേലിൽ പിന്നെ എന്താണ് സംഭവിക്കുക? അതുതന്നെയാണ് ഷാർവത്തിനും സംഭവിച്ചത്. ശക്തമായ ഇസ്രായേലി സഖ്യകക്ഷിയായ അമേരിക്കൻ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം ട്രംപ് വിരുദ്ധ പരാമർശങ്ങൾ കാരണം ഷാർവത്തിനെ ഷിൻബെറ്റ് മേധാവിയായി തിരഞ്ഞെടുത്തത് പ്രശ്നാതീതമാണ് എന്ന് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ചുരുക്കി പറയുകയാണെങ്കിൽ സ്വന്തം സഖ്യകക്ഷികളെയും അമേരിക്കയെയും തരത്തിലാക്കിക്കൊണ്ടുള്ള ഒരു ഇസ്രായേൽ കെട്ടിപ്പടുക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ, കസേര തെറിക്കാതിരിക്കാൻ നെതന്യാഹുവിന്റെ മുന്നിൽ മറ്റൊരു മാർഗങ്ങളുമില്ല. അമേരിക്കയെ പിണക്കരുത്, അതേസമയത്ത് ഇസ്രായേലിനെയും. എന്തായിരിക്കും ഇനി ഇസ്രായേലിന് സംഭവിക്കുക? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.